മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വച്ചാണ്? എവിടെ വച്ചാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത്? കരളിൽ. കരളിൽ വച്ചാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത്. മാഗ്സസെ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? മാഗ്സസെ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെയാണ് മാഗ്സസെ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഏത് പഴമാണ്? പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഏത്തപ്പഴം. ഏത്തപ്പഴമാണ് പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ. അംബേദ്കറുടെ സമാധി സ്ഥലം. അംബേദ്കറുടെ സമാധി സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചൈത്രഭൂമി. ചൈത്രഭൂമി എന്നാണ് അംബേദ്കറുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? ആരെയാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനെയാണ് കേരള വാൽമീകി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? വത്തിക്കാൻ. വത്തിക്കാനാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ആര്? ആരാണ് വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത്. കോളറ രോഗത്തിന് കാരണമാകുന്ന രോഗാണു. ഏത് രോഗാണുവാണ് കോളറ രോഗത്തിന് കാരണമാകുന്നത്? വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ എന്ന രോഗാണുവാണ് കോളറ രോഗത്തിന് കാരണമാകുന്നത്. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആര്? ആരാണ് വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത്? അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത്. ഉണ്ണായി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ് ഉണ്ണായി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി അഗസ്ത്യകൂടം. അഗസ്ത്യകൂടമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി. സുഗതകുമാരിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏത്? ഏതാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം? കൊച്ചി. കൊച്ചിയാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം.